സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഹൃദയേശ്വരി എന്ന പാട്ടിൻ്റെ അനുപല്ലവി മധ്യമാവധി രാഗമാണ്, അറിയാലോ. എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് കുറവാണ്. എല്ലാവരും മനസ്സിലായോ? പിന്നെ കൂടെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി അങ്ങോട്ട് പറന്നെത്തും. ഓക്കെ, ശരി. റിപ്പപ്പ മാമപ്പ റിപ്പപ്പ മാമപ്പ അകലുമ്പോഴും റിപ്പപ്പ മാമപ്പ അകലുമ്പോഴും റിപ്പപ്പ മാമപ്പ അകലുമ്പോഴും അലരിൻ്റെ മപ്പമാരി അലരിൻ്റെ മപ്പമാരിയാണേ. അലരിൻ്റെ മപ്പമാരി പമാരി അങ്ങനെയും പറയാം. പമാനിപ്പമാരി. ഒന്നുകൂടി നന്നാക്കി പാടിത്തരാം. അകലുമ്പോഴും അലരിൻ്റെ കവിളിൽ പമാരി പമാരി മമ്മ പമാരി പമാരി മമ്മ അലരിൻ്റെ കവിളിൽ പമാരി പമാരി പമാരിയാണേ. പമാരി പമാരി അലരിൻ്റെ കവിളിൽ മണിമുത്തു സരിമപ്പ മണിമുത്തു വിതറുന്നു നിപനിനി സരിമപ്പ നിപനിനി അണിമുത്തു വിതറുന്നു സരിമപ്പ നിപനിനി അങ്ങനെ പാടണം. അണിമുത്തു വിതറുന്നു യാമം സനിസ പാപ്പ സനിസ പാപ്പ അണിമുത്തു വിതറുന്നു യാമം സരിമ പനി പനി സനിസ പാപ്പ. ഒന്നുകൂടി സ്വരം പറഞ്ഞുതരാം. സരിമപ്പ അണിമുത്തു വിതറുന്നു മനസ്സിലായോ? സരിമ പനി പനി അണിമുത്തു വിതറുന്നു യാമം സനിസ പാപ്പ യാമം. ഇനി അടുത്തത് പസസനി പസസ നീനി ഇരിസാനി. സാനി എന്നാണ് ഇരിസ ചേർത്ത് പറയാ. പിരിയുമ്പോഴും പസസനി പിരിയുമ്പോഴും പസസനി പസസനി പിരിയുമ്പോഴും സ്നേഹാർദ്ര സനിരിസാനിപ സ്നേഹാർദ്ര സനിപ ഭയങ്കര ടോപ്പാണത്. സ്നേഹാർദ്ര സനിപ യായി നീ പിരിയുമ്പോഴും സ്നേഹാർദ്ര സനിപ സ്നേഹാർദ്ര സനിപ സാ പനിരി സസാരി സരി നി സാ പനിരിസ
സാരി സരി നീ ഇവിടെ ഒക്കെ ടോപ്പിൽ കുത്തിടണേ. സാസ ബാക്കി നീക്കും വേണ്ട. സുഗന്ധം പകരും പുഷ്പം. പുഷ്പം എന്ന് പറഞ്ഞിട്ട് പഞ്ചമത്തിലേക്ക് വരുന്നുണ്ട്. സാസാപ്പ. സുഗന്ധം പകരും പനിരി സസാരി സരിനി. എവിടേക്കൊക്കെ ഞാൻ നോക്കി പാടും. എനിക്ക് ആ ടോപ്പ് കിട്ടാൻ വേണ്ടി, കറക്റ്റ് കിട്ടാൻ വേണ്ടി. നിങ്ങൾ അതൊന്നും നോക്കണ്ട. പാട്ട് കേട്ട് സ്വരം കറക്റ്റ് ആയിരിക്കും, പഠിച്ചോളുക. പനിരി സസാരി സരിനി സുഗന്ധം പകരും പുഷ്പം. മനസ്സിലായോ? സാസാപ്പ ഒരൊറ്റ പ്രാവശ്യം കൂടി നിങ്ങൾക്ക് വേണ്ടി പാടിത്തരാ. കണ്ടോ? പഞ്ചമത്തില് സുഗന്ധം പകരും പുഷ്പം. ഓക്കെ, ഇനി അടുത്തത് പസനി. അവിടെ രജനി പസനി രജനി ഗന്ധിയ. അവിടെ സനി സനിസ സനീനി. അവിടെയാണ് ഗന്ധി വരിക. സനീനി സനിസ. യാം നീനിപ്പം മരി സനിരീസ പുഷ്പം. ഞാനൊന്നുകൂടി പാടുമ്പോൾ ശരിയാക്കി തരാം, ചിലപ്പോൾ തെറ്റിയുണ്ടെങ്കിൽ. രജനി 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 പസനി. മനസ്സിലായോ? രജനി ഗന്ധിയ സനി സനിസ ഗന്ധിയ പുഷ്പം. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലേ? ശരിയാക്കളാം. രജനി ഗന്ധിയ അത് കറക്റ്റ്. പുഷ്പം നീനിപ്പ മരി സനി രീസ. നീനിപ്പ മരി സനി രീസ. ഒന്ന് മനസ്സിലായില്ലെങ്കിൽ അപ്പ വിളിയും കമന്റും ഒക്കെ ചെയ്യും. നീനിപ്പ മരി സനി രീസ. ഇത്തിരി ശബ്ദത്തിൽ പാടിത്തരല്ലേ? ഇത്തിരി അല്ലെങ്കിലും. രജനി ഗന്ധിയ പുഷ്പം നീനിപ്പ മരി സനി രീസ. നീനിപ്പ മരി സനി രീസ പുഷ്പം. ആരും തരും ഇത്ര നല്ല നോട്ട് നിങ്ങൾക്ക്? മര്യാദയ്ക്ക് പഠിച്ചുകൊണ്ടില്ല. അവിടെ വീട്ടിൽ വരും ഞാൻ, ഉറപ്പാ. രജനി ഗന്ധിയ പുഷ്പം നീനിപ്പ മരി സനി രീസ പുഷ്പം നീനിപ്പ മരി സനി രീസ പുഷ്പം. ഇത്രയും നന്നായിട്ട് പഠിച്ചോളി. നല്ല നല്ല കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടാണ് സ്വരങ്ങളൊക്കെ തരുന്നത്, ഞാനിതിലേക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേറ്റാൽ വയറുവേദന ഉണ്ടാവും, ചിലപ്പോൾ തൊണ്ടവേദന ഉണ്ടാവും, കാലുവേദന ഉണ്ടാവും. എന്തുണ്ടെങ്കിലും നാളെ ഒന്നും പറഞ്ഞൊരു ദിവസങ്ങൾക്ക് വെക്കരുത്. എന്തുകൊണ്ടാണത്? ചെയ്തിരിക്കണം. ടാസ്ക് ഇട്ടിട്ട് അഫർമേഷൻ ചെയ്യുക. എന്നിട്ട് അങ്ങോട്ട് എത്ര സാക്രിഫൈസ് ചെയ്തിട്ടാണെങ്കിലും വളരെ ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോവുക. ഗ്രോത്ത് ഉള്ള ആദ്യം കിട്ടുക, ഒരു ഗ്രോത്ത് ആയിട്ടേ വരുള്ളൂ. പിന്നെ അതിനെ കോൺസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. കോൺസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതിന് ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ്റ്റാബിൾ മൈൻഡ് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക. മനസ്സിലായില്ലേ? പറഞ്ഞാൽ പോരാ, ചെയ്തിരിക്കണം. ചെയ്ത് കാണിക്കുന്നവനാണ് നല്ല വ്യക്തി. ഒരു പേഴ്സണാലിറ്റി, നല്ലൊരു പേഴ്സണാലിറ്റി അതിലാണ് കാണുക. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പം ആ ഗ്രോത്ത് മെല്ലെ 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 ഇമ്പ്രൂവ്മെന്റ് ആയി വരും. ഉറപ്പാണ്, ഇമ്പ്രൂവ്മെന്റ് ആയി വരും. ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെന്റ് ആയി വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നല്ലവരായിട്ട് ഇടപഴകുക, സംഗീതത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒക്കെ വേണം. എന്നിട്ട് നല്ല സ്വഭാവമുള്ളവരായിട്ട് പെരുമാറാൻ പറഞ്ഞാൽ ചീത്തയുള്ള അങ്ങനെയുള്ള ഒരാളില്ല ലോകത്ത്. അവരൊക്കെ എനിക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട്, എന്നോട് എല്ലാവരും നന്നായിട്ട് ബിഹേവ് ചെയ്യണമെന്ന്.
എനിക്ക് വലിയ ആഗ്രഹമാണ്, ഭയങ്കര ആഗ്രഹമാണ്. അതിലേക്ക് ഭയങ്കര പ്രയാസവും ദേഷ്യമൊക്കെയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അങ്ങോട്ട് കൊടുത്താലേ അത് ഇങ്ങോട്ട് കിട്ടുള്ളൂ. എനിക്ക് മനസ്സിലാക്കണം, അങ്ങോട്ട് കൊടുക്കുന്നതേ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ? അങ്ങോട്ട് നന്നായിട്ട് ബിഹേവ് ചെയ്യുക, അത് നേരെ ഇങ്ങോട്ടും തിരിച്ചു കിട്ടും. അത്ര തന്നെ ഉള്ളൂ. ശരി, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം. ഇന്ന് എന്താണ് ഈ ലോക യോഗാ ദിനമാണ്, സംഗീത ദിനമാണ്. ഇന്ന് 21 ജൂൺ. അതും കൂടി പറഞ്ഞാൽ അതിനാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ശരി.